നമസ്കാരം. ആലുവയിലെ കൊച്ചുകുട്ടിയോട് 4 വയസ്സുകാരിയോട് ചെയ്ത കൊടും ക്രൂരത സ്വന്തം കൊച്ചിച്ചൻ, അച്ഛൻ്റെ അനിയൻ കൊച്ചിച്ചൻ, അവനെ എന്ത് ചെയ്യണം? അല്ല, കൈ കിട്ടിയ എനിക്ക് തട്ടണമെന്നുണ്ട്. ഞാൻ തട്ടിക്കോളാം അവനെ. എന്നെ പിടി ജയിലിലിട്ടോ, ഞാൻ തട്ടിക്കോളാം. എന്നെ പിടി ജയിലിലിട്ടോ, ഞാൻ ആ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അവന് കോടതിയാണ്, നമ്മുടെ കോടതിയാണ് അവനെ ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയായിരിക്കും? അവന് ജയിലിൽ കിടക്കാൻ ചിലപ്പോൾ ജീവപര്യന്തമൊന്നും കിട്ടത്തില്ല. കുറഞ്ഞ നാൾ അവന് ജയിലിൽ കിടത്തും. അവന് സുഖജീവിതം, ജയിലിൽ സുഖജീവിതം. ഈ അടുത്ത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു നാറി, ഈ നടികളെല്ലാം വെടികളാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടവനാണ് അവനെ ഇതുപോലെ ജയിലിലിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി. അവൻ പറയുന്നതെന്ന് വെച്ചാൽ ജയിൽ വളരെ അടിപൊളിയായിരുന്നു എന്നാണ്. അവന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജയിലിലുണ്ടായിരുന്നത്. ചിട്ടയായ ജീവിതമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വെറൈറ്റി തരത്തിലുള്ള ഭക്ഷണം കിട്ടും. മട്ടൻ, ചിക്കൻ, ബീഫ്, അതൊക്കെ കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. അത്രയ്ക്ക് സുഖമായിട്ടുള്ള ജീവിതമാണ് ജയിലിലെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് പേടിയില്ല. എന്തും ചെയ്യാം, ആരെ വേണേലും അവമാനിക്കാം, ആരെ വേണേലും ക്രൂരമായിട്ട് മർദ്ദിക്കാം, കൊല്ലാം, പീഡിപ്പിക്കാം. കൊച്ചുകുട്ടികളെന്നോ വലിയവരെന്നോ ഇല്ല, ആരെ വേണേലും ചെയ്യാം. മയക്കുമരുന്ന് കേസ് തന്നെ പിടിക്കുന്ന ആൾക്കാരെ അപ്പം തന്നെ ജാമ്യത്തിടുകയാണ്. കഞ്ചാവ് കേസ് പിടിക്കുന്ന ആൾക്കാരെ അപ്പം തന്നെ ജാമ്യത്തിടുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ്? അവിടെ ശക്തമായിട്ടുള്ള നിയമമാണ്. പേടിക്കും. ഒരു പ്രാവശ്യം ഒരുത്തൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം തീർന്നെന്ന് തന്നെ കരുതാം. ഗൾഫിൽ. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തെ നിയമം ഒരിക്കലും സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ളതല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്, നമ്മുടെ രാജ്യത്തുള്ളത്. ആ ഒരു നിയമത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അപമാനമാണ് ആ നിയമത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ശക്തമായിട്ടുള്ള ശിക്ഷ ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്ന നാറികൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെറ്റകൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കൃത്യങ്ങൾ കൂടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു വാർത്ത ഞാൻ കണ്ടത്, ഒരു 52 ആൾക്കാരെ കൊന്നൊരുത്തവൻ, അവൻ്റെ മരണ ഡോക്ടർ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ വീണ്ടും ഇറങ്ങിയിട്ട് പരോളിൽ ഇറങ്ങി. അവന് പരോൾ കൊടുത്ത് 52 ആൾക്കാരെ കൊന്നൊരുത്തവന് പരോൾ കൊടുത്ത് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ആൾക്കാരെ പോയി തട്ടി. എന്ത് പറയാനാ? ഇത്ര കോമഡി ആയിട്ടുള്ള നിയമമാണ് അല്ലേ? വളരെ മോശമാണ്. ഇവനെപ്പോലുള്ള ക്രൂരന്മാർക്ക് വളരാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുന്ന നിയമം. ഗുണ്ടകൾക്ക് വിളയാടാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ അനുകൂലമാണ്. സാധാരണക്കാർക്ക് വെറും വേസ്റ്റായിട്ടുള്ള നിയമം. സത്യമല്ലേ?